വിശദാംശങ്ങളിലേക്ക് നോക്കാം. രഞ്ജിത്തിനെതിരെ പോലീസ് കേസ്. ബംഗാളി നടി ശ്രീലേഖ മിത്ര കേസ് ഫയൽ ചെയ്തു. വിവരങ്ങളുമായി MS ബനേഷ് ചേരുന്നു. ബനേഷ്, ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു. ഇവർ എന്താണ് പോലീസിന് നൽകിയ പരാതി? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിരിക്കുന്നു. ക്രിമിനൽ നടപടി വേണം രഞ്ജിത്തിനെതിരെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർത്ത ഇന്ന് വൈകിട്ട് 5:55 കേരള വിഷൻ ന്യൂസാണ് ആദ്യമായിട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ ശ്രീലേഖ മിത്ര നൽകിയ പരാതിയിൽ, വാക്കാൽ പറഞ്ഞ പരാതിയിൽ പറഞ്ഞതിനേക്കാൾ തീവ്രമായ രീതിയിലാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡിസ്കഷൻ ഹി ക്ലച്ച് ഹോൾഡ് ഓഫ് മൈ ഹാൻഡ് ആൻഡ് ലേറ്റർ ഓൺ അറ്റംപ്റ്റഡ് ടു സ്പ്രെഡ് ഹിസ് ഹാൻഡ് ടു അതർ പാർട്സ് ഓഫ് മൈ ബോഡി വിത്ത് സെക്ഷുവൽ ഇൻറ്റൻഷൻ എന്നാണ്. അതായത് വളയിൽ പിടിച്ചു എന്നുള്ള വാക്കുകൾക്ക് പകരം ആദ്യം തൻ്റെ കയ്യിൽ പിടിച്ചു, പിന്നീട് തൻ്റെ ശരീരഭാഗങ്ങളിലേക്ക്, മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വിരലുകൾ സ്പ്രെഡ് ചെയ്തു എന്നാണ് ആ പരാതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 26/8/2024 ഇന്ന് ഈ ദിവസമാണ് കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചി സിറ്റിക്ക് ഇമെയിലിലൂടെ ശ്രീലേഖ മിത്ര പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ രൂപം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രേക്ഷകർക്ക് കാണാം. അതിൽ സബ്ജക്റ്റായിട്ട് ഇമെയിൽ ആയി അയച്ചിരിക്കുന്ന ആ പരാതിയുടെ സബ്ജക്റ്റായി നൽകിയിരിക്കുന്നത്, കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് രഞ്ജിത്ത്, ഫിലിം ഡയറക്ടർ ആൻഡ് ചെയർമാൻ ഓഫ് കേരള ഫിലിം അക്കാദമി, ഫോർ ഇനിഷ്യേറ്റിംഗ് ആക്ഷൻ ഫോർ ദ molestation ഓഫ് വുമൻഹുഡ് വിത്ത് ക്രിമിനൽ ഇൻറ്റൻറ്റ് ഇൻ ദ ഇയർ 2009 while I was called for acting in a movie by name പലേരി മാണിക്യം എന്നാണ്. അതായത് ലൈംഗികമായ ഉദ്ദേശത്തോടെ, കുറ്റകൃത്യം ഉദ്ദേശത്തോടുകൂടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര ഇപ്പോൾ പരാതി ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് ഓരോ വരിയിലൂടെയും പോവുകയാണെങ്കിൽ, ഐ വാസ് ഇൻവൈറ്റഡ് ടു ആക്ട് ഇൻ എ ഫിലിം പലേരി മാണിക്യം directed by Ranjit. As part of discussion, I was called to the flat in which Sri Ranjit was staying at Kalur Kadavandra, Kochi. Kalur Kadavandra, കൊച്ചി, അവിടുത്തെ രഞ്ജിത്ത് താമസിക്കുകയായിരുന്ന ഫ്ലാറ്റിലേക്കാണ് പലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമെയിൽ ആയി അയച്ചിരിക്കുന്ന പരാതിയിൽ ശ്രീലേഖ മിത്ര സൂചിപ്പിച്ചിരിക്കുന്നത്. During the course of discussion, he clutched hold of my hand and later on attempted to spread his hand to other parts of my body with sexual intention. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമയത്ത് ലൈംഗികമായ ദുരുദ്ദേശത്തോടുകൂടി എൻ്റെ കയ്യിലും തുടർന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും വിരലുകൾ ഓടിച്ചു എന്ന് ആണ് അവർ എഴുതിയിരിക്കുന്നത്, പരാതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു വലിയ വ്യത്യാസം, വളകളുടെ കാര്യമല്ല, നേരെ കയ്യിൽ സ്പർശിച്ചു, അതിനുശേഷം ബോഡി പാർട്സിലേക്ക്, പാർട്സ് ഓഫ് മൈ ബോഡി എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. റിയലൈസിങ് ദാറ്റ് ഹിസ് ഇൻറ്റൻഷൻസ് ആർ നോട്ട് ദ ഡിസ്കഷൻ റിഗാർഡിംഗ് ദ ഫിലിം ആൻഡ് വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ്, ഐ ഹാഡ് ടു എസ്കേപ്പ് ഫ്രം ദ ഫ്ലാറ്റ് ആൻഡ് റിട്ടേൺ ടു ദ ഹോട്ടൽ വെയർ ഐ വാസ് സ്റ്റേയിങ്. ഈ സിനിമയുമായോ ആ സിനിമയിലെ കഥയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് എൻ്റെ ശരീരത്തിലെ ഈ പറഞ്ഞ സ്പർശനങ്ങളെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ നിമിഷം തന്നെ ഞാൻ ആ ഫ്ലാറ്റിൽ നിന്ന് പോന്നു, എൻ്റെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ മാറിയെന്ന് പറയുന്നു. മൈ ബിറ്റർ എക്സ്പീരിയൻസ്, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഈ അനുഭവം വാസ് ഷെയർഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ ടു എ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ജോഷി ജോസഫ്. As I was not given the travelling ticket for my return journey, I was compelled to seek the help of ശ്രീ ജോഷി ജോസഫ്. നേരത്തെ അത് മാധ്യമങ്ങൾ, കേരള വിഷൻ ന്യൂസ് അടക്കം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രമുഖ ഡോക്യുമെൻ്ററി സംവിധായകനായ ജോഷി ജോസഫിൻ്റെ സഹായത്തോടുകൂടി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന് എഴുതുന്നു. ആസ് എ പേഴ്സൺ ഹെയിലിംഗ് ഫ്രം കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, ഐ വാസ് അണേബിൾ ടു പെർസ്യൂ ദിസ് മാറ്റർ എനി ഫർദർ ടു പ്രോസിക്യൂട്ട് ശ്രീ രഞ്ജിത്ത് ഫോർ ദ ഒഫൻസ് attracting section 354 and 354B of the Indian Penal Code at the time of commission of crime. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇക്കാലം അത്രയും ഈ കേസ് നൽകാൻ വൈകി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടി ഉണ്ട്. ഞാൻ കൊൽക്കത്തയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട്
ആണ് ഇപ്പോൾ ഇങ്ങനെ ഇത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത ഖണ്ഡികയിൽ എന്തുകൊണ്ട് വൈകി എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ സിനിമാ പ്രവർത്തകർക്കും സ്ത്രീകൾക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് ഒരു ക്രിമിനൽ കേസായിട്ട് താൻ ആവശ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് എ ഫോമർ ജഡ്ജ് ഓഫ് ദ കേരള ഹൈക്കോർട്ട് വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഐ ഹാഡ് ഒക്കേഷൻ ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് ദ മെൻ ഇൻ ഇന്ത്യ in media. It is understood to have widely circulated in the state since Sri Ranjit is presently holding a significant public office in the government. Certain comments from the public functionaries also were brought to my notice, and the response would show that a written complaint is necessary to register a crime. As the conduct of Sri Ranjit constitute the commission of a cognizable offence, a written complaint is not a prerequisite, as I am told, following the judgment of the Honorable Supreme Court, in view of the public stand taken by the public functionaries in the state of Kerala, that a written complaint is must. I am lodging this complaint by way of email address your good self, as the offence has been committed within your territorial limits at DD Flats, Kadavandra. ഈ കുറ്റകൃത്യത്തിന് ആസ്പദമായ സംഭവം നടന്നത് കടവന്ത്രയിലെ കലൂരിലെ ഈ ഫ്ലാറ്റിൽ വെച്ചായതുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഈ പരാതിയുടെ അവസാനത്തെ വരി, ദിസ് മേ ബി ട്രീറ്റഡ് ആസ് എ കംപ്ലൈൻറ്റ് ആൻഡ് സെറ്റ് ദ ലോ ഇൻ മോഷൻ ആസ് ഇൻസിസ്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഫങ്ഷണറീസ് ടു ഇനിഷ്യേറ്റ് ക്രിമിനൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻ ഒഫൻഡർ. ക്രിമിനൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻ ഒഫൻഡർ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഫിജി, ഇതാണ് പരാതിയുടെ പൂർണ്ണ രൂപം. ഈ പരാതി അങ്ങനെ നോക്കുമ്പോൾ വളരെ ആക്ഷേപം എന്ന നിലയ്ക്കല്ല, അത് ആരോപണമായി ഉയർന്നു. അതിനുശേഷം ഇപ്പോൾ രേഖാമൂലം ഒരു പരാതി നൽകുമ്പോൾ നിയമപരമായി ഇതിന്റെ സാങ്കേതികത്വം നിയമസാധുത മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഉടനടി ഒരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുകയല്ലേ? അതെ, FIR-ലേക്ക് പോകേണ്ടി വരുന്നു. കൃത്യമായിട്ടും ക്രിമിനൽ നടപടിക്രമങ്ങൾ പോലീസ് ഈ നിമിഷം തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി തന്നെയും അതാണ് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. പരാതി വന്നില്ലല്ലോ, മൊഴി വന്നില്ലല്ലോ, മൊഴിയോ പരാതിയോ കൃത്യമായിട്ട് നിയമ രൂപത്തിൽ വന്നാൽ ഉടൻ തന്നെ നടപടിയെടുക്കും, അതിലൊരു സംശയവുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് നേരത്തെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറ്റൽ പോലുള്ള കാര്യങ്ങളില്ല. പക്ഷേ ക്രിമിനൽ നടപടിക്രമം നേരിടേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. ഫിജി, ഇത് എന്തായാലും രേഖാമൂലം പരാതി വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നടപടികൾ തുടരേണ്ടിയിരിക്കുന്നു. എങ്കിലും എങ്ങനെ പ്രതിരോധിച്ചു നിന്നു എന്നുള്ളതാണ് രഞ്ജിത്ത് ഈ ഒരു നിമിഷം വരെ. ഇത് പരാതി ഉണ്ടാവില്ല എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ പ്രതീക്ഷ. കാരണം ശ്രീലേഖ മിത്ര കേരളത്തിലെ മാധ്യമങ്ങളോട് ഉടനീളം സംസാരിച്ചപ്പോൾ ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു, ആ സോറിയിലെല്ലാം തീരുമായിരുന്നു എന്നുള്ള വാക്കുകളാണ് അവരുടെ നാവിൽ നിന്ന് വന്നിരുന്നത്. അതിനുശേഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തതോടുകൂടി അവർ ഇപ്പോൾ അത് ആ ഖേദപ്രകടനത്തിന് തുല്യമായി അത് എന്ന് ശ്രീലേഖ മിത്ര പറയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതോടുകൂടി ആ അധ്യായം അവിടെ അവസാനിച്ചു എന്ന് ഒരു പക്ഷേ രഞ്ജിത്ത് വിചാരിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ഇനി ക്രിമിനൽ നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇത് ഇത്ര വർഷം പഴക്കമുള്ള ഒന്നായതുകൊണ്ട്, തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, അതേസമയം സാക്ഷികൾ പ്രബലമായിട്ടുള്ളതുകൊണ്ട് ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ചും എവിടെ ചെന്നും തെളിവ് നൽകാൻ, സാക്ഷി പറയാൻ താൻ തയ്യാറാണ് എന്ന് ജോഷി ജോസഫ് പറയുന്ന സ്ഥിതിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനും സാമൂഹ്യ പ്രവർത്തകനുമായ ഫാദർ അഗസ്റ്റിൻ വട്ടോളി താനും ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിയാണ്, എവിടെ ചെന്നും ആ സാക്ഷി ആയിട്ടുള്ള കാര്യം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അന്ന് ജോഷി ജോസഫും ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും മറ്റ് പല സുഹൃത്തുക്കളോടും അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങളത് കേട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും സാക്ഷി പറയാൻ തയ്യാറാണ് എന്നുള്ളതുകൊണ്ട് ആ സാക്ഷി മൊഴികൾ ഇതിന് എത്രത്തോളം ശക്തി പകരുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിജി, മറ്റൊരു കാര്യം, ഈ ആക്ഷേപത്തിന് ഉപരി ഇപ്പോൾ എല്ലാ കേസുകളും എല്ലാ ആക്ഷേപങ്ങളും നമ്മൾ പരിഗണിച്ചാൽ അതിനപ്പുറം ചില കഴമ്പുണ്ട കാര്യങ്ങളിൽ, അവർ പറയുന്നതിൽ ചില കഴമ്പുണ്ട കാര്യങ്ങളിൽ അതിനുശേഷം കേസ് FIR ആ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ഇതൊരു മറ്റൊരു തുടക്കമാകാം. പലരും ഇതുപോലെ രേഖാമൂലം പരാതികളുമായി മുന്നോട്ട് വരും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ?
എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതല്ല, എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇതിൽ ശ്രീലേഖ മിത്ര അവരുടെ പരാതിയിൽ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ എൻ്റെ വളകളിൽ സ്പർശിച്ചു എന്ന് പറയുന്ന ഒരു പക്ഷേ താരതമ്യേന ദുർബലമായി പോകാവുന്ന ഒന്നല്ല. അത് മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചു, പിന്നീട് ശരീരഭാഗങ്ങളിലേക്ക്, ആദ്യം അത് അവർ ഇവിടെ ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞിരുന്നത് കഴുത്തിൻ്റെ പിൻഭാഗത്ത് സ്പർശിച്ചു എന്നുള്ള നിലയ്ക്കായിരുന്നു. ഇവിടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ കയ്യിൽ സ്പർശിക്കുകയും ലൈംഗികമായ ദുരുദ്ദേശത്തോടു കൂടി ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തു, അത് സ്പ്രെഡ് ചെയ്തു എന്നുള്ള വാക്കാണ്. അപ്പോൾ സ്പർശിച്ചു എന്നുള്ള, ടച്ച് എന്നുള്ള വാക്കിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട് സ്പ്രെഡ് ചെയ്തു എന്നുള്ള വാക്കിന്. അത് ഇഴഞ്ഞു നടന്നു എന്നൊക്കെ, അല്ലെങ്കിൽ വിരലുകൾ ഓടിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ തഴുകി എന്നൊക്കെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. സ്വാഭാവികമായിട്ടും അത് നിയമ നടപടിക്രമങ്ങളിലെ മൊഴിയെടുക്കലുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ അടച്ചിട്ട മുറിയിലോ മറ്റോ നടക്കുന്ന സമയത്താണ് അതിലേക്ക് വരേണ്ടി വരുന്നത്. ഇത് ഫിജി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ക്രിമിനൽ നടപടിക്രമം ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ ബംഗാളി നടി കൊൽക്കത്തയിലിരുന്ന് ഇമെയിലായിട്ട് ഔദ്യോഗികമായിട്ടൊരു പരാതി നൽകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, കൊൽക്കത്തയിൽ ഇരുന്നിട്ട് പോലും, അവിടെ ഇരുന്നിട്ട് പോലും ഒരു നടി പരാതി നൽകുന്നു, കൃത്യമായിട്ട് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. എങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിലും മറ്റും വന്നിരുന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഇതേപോലെ ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക്, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക്, പോലീസിനെ സമീപിക്കുന്നതിലേക്ക്, കോടതിയെ സമീപിക്കുന്നതിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഊർജം നൽകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫിജി, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ്, ഇപ്പോൾ ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് രഞ്ജിത്തിനെതിരെ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായും നിയമ നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെ ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്? ഒരു ആക്ഷേപം എന്നതിനപ്പുറം രേഖാമൂലം പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തുമ്പോൾ, ഈ നടിമാർ എത്തുമ്പോൾ, അതിനെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്? ക്രിമിനൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം കൃത്യമായി വസ്തുതയോടുകൂടി പൊതുരംഗത്ത് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നതും ഒരു ഇമെയിലായിട്ടോ ഒരു വെള്ളക്കടലാസിലോ കിട്ടുന്നതും വലിയ വ്യത്യാസം. എന്നാൽ സർക്കാരിന്റെ ഒരു പൊസിഷൻ, ഒരു സ്റ്റാൻഡ്, ഇത് രേഖാമൂലം കിട്ടിയാൽ മാത്രമേ അന്വേഷിക്കൂ എന്നുള്ളതായിരുന്നു. ഇപ്പൊ രേഖാമൂലം കിട്ടിയിരിക്കുന്നു. ഞാൻ ആ നടിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയായിരുന്നു. കേരളം വളരെ സത്യസന്ധതയ്ക്കും നീതിക്കുമൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ആളുകളുടെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. സർക്കാരുകൾ അത്തരം അവകാശ ലംഘനങ്ങളെ ഒട്ടും വെച്ചു പൊറിപ്പിക്കാത്തൊരു സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന സമൂഹം കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തിട്ടും അതിനകത്തൊരു ക്രിമിനൽ പ്രോസിക്യൂഷൻ എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കണം അവർ പരാതിയുമായിട്ട് സമീപിച്ചത്. എന്തായാലും ആ കംപ്ലൈന്റ് നാഗരിക് സുരക്ഷ പുതിയ നിയമം അനുസരിച്ച്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പുതിയ നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും അതൊരു എഫ്ഐആറിലേക്ക് പോകുന്നതിന് വലിയ താമസമില്ല. പോലീസ് കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം, അവരുടെ മൊഴിയെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഒരു വലിയ ഒരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ പുറത്തു വരാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ... ഞാൻ ഇടപെട്ടത് ചോദിച്ചോട്ടെ, ഇതിപ്പോ 2009 നടന്ന കാര്യമാണ്, മറ്റ് പ്രത്യേകിച്ച് തെളിവുകളുമില്ല. ആ അടിസ്ഥാനത്തിൽ ഈ ഒരു നിയമ നടപടി എങ്ങനെ തുടരുമെന്നാണ് താങ്കൾ കരുതുന്നത്? തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. തെളിവുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, അവരുടെ മൊഴി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇന്ത്യയിലെ തെളിവ് നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ ശരീരഭാഗത്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺവെൽക്കംഡ് ടച്ച് ആണോ അല്ലയോ എന്ന് പറയേണ്ടത് ആ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2, ആ കാലത്ത് തന്നെ അവർ ഈ കാര്യം 2 പേരോട് പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള മറ്റൊരു സംവിധായകനുമായിട്ടും ഡോക്യുമെന്ററി സംവിധായകനുമായിട്ടും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റുമായിട്ടും അവർ ഈ കാര്യം പങ്കുവച്ചു. മറ്റു തെളിവുകളുണ്ട്. അവരുടെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഈ രഞ്ജിത്തിന്റെ ഒരു അസിസ്റ്റന്റ് അവരെ കോണ്ടാക്ട് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് പറഞ്ഞ നുണയും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അതായത് രഞ്ജിത്ത് പറഞ്ഞ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി അവരെ ഓഡീഷന് വിളിച്ചു വരുത്തിയതാണെന്നാണ്. എന്തൊരു നുണയാണെന്നുള്ളത് ഇപ്പൊ കേൾക്കുന്ന... തീർച്ചയായും സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എഫ്ഐആറിലേക്ക്, പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനുള്ള
എല്ലാ സാധ്യതയും കാണുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. നേരത്തെ ബനേഷ് സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ രേഖാമൂലം കേസുകളായി FIR പുറത്തു വരും